ഹായ്. ഞാൻ കൃഷ്ണൻ്റെ മരണത്തെപ്പറ്റി ചെയ്ത വീഡിയോയിൽ ഒരാളിങ്ങനെ ചോദിക്കുകയുണ്ടായി. ഈ രമണ മഹർഷിയെയും മറ്റ് പലരെയും പോലെ ബോധോദയം നേടിയ അല്ലെങ്കിൽ ശുദ്ധബോധമായി മാറിയ മനുഷ്യരൊക്കെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുകയും ധ്യാനവും അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയല്ലേ ചെയ്തത്. പക്ഷേ കൃഷ്ണൻ മാത്രം എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് മാറിയത്? വലിയ വലിയ നയതന്ത്രജ്ഞനും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ മാറിയത് എന്തുകൊണ്ടാണെന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാകുന്നത് പലർക്കും ഈ ഒരു ഐഡിയ കിട്ടുന്നത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ നിന്നും ഇന്ന് പലരും അവരുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് ഈ കൃഷ്ണനെ ഒരു പൊളിറ്റിസൈസ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഒരു ആശയം പ്രചരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും കൃഷ്ണൻ ഒരു നയതന്ത്രജ്ഞനായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശ്രീകൃഷ്ണൻ ചെയ്ത ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളെ പറ്റിയൊക്കെ ഇന്ന് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ആലോചിച്ചു, ശ്രീകൃഷ്ണൻ ചെയ്ത ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൊക്കെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ? ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഭഗവാൻ എപ്പോഴും അറിയാമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഭഗവാന് ഭാവിയെപ്പറ്റിയോ കർമ്മത്തെപ്പറ്റിയോ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർമ്മത്തിൻ്റെ ഒരു യാത്രയെപ്പറ്റി ഭഗവാന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ മൊത്തവും ഭഗവാൻ പറയുന്നത് ഈ കർമ്മത്തിൻ്റെ ഒരു യാത്രയെ പറ്റിയാണ്. അതായത് കർമ്മം എങ്ങനെ സംഭവിക്കും, കർമ്മത്തിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടിരുന്ന ഒരു ഡുവർഷിപ്പ് ഇല്ലാതെ ഇരുന്ന് നമ്മുടെ കർമ്മം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കംസനെ വധിച്ച് ദ്വാരക എന്ന് പറഞ്ഞൊരു നഗരം ഉണ്ടാക്കി അവിടെ യാദവ കുലത്തിനെ വളർത്തി പുഷ്പിപ്പിച്ച ശ്രീകൃഷ്ണനെ പറ്റി എല്ലാവരും സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ യാദവ കുലത്തിൻ്റെ നാശവും ശ്രീകൃഷ്ണൻ തന്നെയല്ലേ നടത്തിയത്? അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാൽ തന്നെയല്ലേ സംഭവിച്ചത്? എന്താ പറയുക, വളരെ മനോഹരമായ, വളരെ സൗഭാഗ്യങ്ങളിലുള്ള ഒരു ലോകം, ഒരു ശക്തമായ രാജ്യം, ഒരു സൗഭാഗ്യങ്ങളുടെ കാലഘട്ടത്തിലേക്ക് യാദവരെ നയിച്ച ഭഗവാന്റെ കൺമുമ്പിൽ തന്നെയാണ് ഈ യാദവകുലം തരിശായി തീർന്നത്. അതിന് ഭഗവാനും ഒരു കാരണമായി. നോക്കൂ, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ പാണ്ഡവരും കൗരവരും ശ്രീകൃഷ്ണനോട് ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കാമോ? അപ്പോൾ ഭഗവാൻ 2 ചോയ്സാണ് വച്ചത്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ നേടാം, അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തെ നേടാമെന്നാണ് പറഞ്ഞത്. എനിക്കൊന്ന് 56 കോടി പേരെന്തോ ഉണ്ടായിരുന്ന ഒരു സൈന്യമായിട്ടാണ് കൃഷ്ണൻ്റെ സൈന്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ശ്രീകൃഷ്ണൻ, അപ്പം കൗരവരാണ് ഈ സൈന്യത്തെ എടുത്തതെന്നും ശ്രീകൃഷ്ണൻ മാത്രം ഒപ്പം ഉണ്ടായാൽ മതിയെന്ന് പാണ്ഡവർ പറഞ്ഞു എന്നുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോൾ എന്താണ് ഈ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്? ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ പാണ്ഡവരെ വെച്ച് കൗരവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ കൗരവ സൈന്യത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് യാദവ കുലത്തിൽപ്പെട്ട ശ്രീകൃഷ്ണനാൽ വളർന്നു വന്ന ഒരു സമൂഹത്തിലെ സൈന്യമാണ്. ഈ യുദ്ധം പാണ്ഡവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും മരിച്ചു വീഴുന്നത് യാദവരാണ്. ശ്രീകൃഷ്ണൻ വളർത്തി നയതന്ത്രപരമായി ഉണ്ടാക്കിയെടുത്ത മഹാരാഷ്ട്രത്തിലെ സൈന്യമാണ് ഈ തകർത്തുകൊണ്ട് പാണ്ഡവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മരിച്ചു വീഴുന്നത് ആയിരക്കണക്കിന് യാദവരാണ്. ശ്രീകൃഷ്ണനെ രാജാവായും ദൈവമായും കണ്ട മനുഷ്യരാണ് അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ യാദവ കുലത്തിനേറ്റ ശാപം മൂലം മറ്റേ ഒരു ഇരുമ്പുലക്കയുടെ ഉപയോഗം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് മരിക്കുന്നൊരു കഥ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല അത്. ആ കഥയിൽ ഈ പറയുന്ന യാദവ കുലം പൂർണ്ണമായി നശിച്ചു പോകുമ്പോൾ സാക്ഷാൽ ഭഗവാനായ ശ്രീകൃഷ്ണൻ വെറുതെ ഇരിക്കുകയാണ്. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ഇടപെട്ടു എന്നും ശ്രീകൃഷ്ണൻ നയതന്ത്രപരമായി കളിച്ചു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. നോക്കൂ, ശ്രീകൃഷ്ണന് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണ്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു. തളർന്നു നിന്ന അർജുനനെ യുദ്ധം നയിക്കാൻ പ്രേരിപ്പിച്ച് ആ ഒരു മനോവീര്യം കൊടുക്കേണ്ടത് ശ്രീകൃഷ്ണൻ്റെ കർമ്മമായിരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ കർമ്മം ചെയ്തു. അത്ര മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഇതൊന്നും അൾട്ടിമേറ്റ്ലി നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ദൈവമായിട്ടുള്ള ഭഗവാൻ ഉണ്ടായിരുന്നു. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാം, ഇവിടെ ഒന്നും നിലനിൽക്കില്ല, നമ്മളെ എന്ത് നേടിയാലും അത് നശിച്ചു പോകുമെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നിനും ഒരു അറ്റാച്ച്മെൻറ്റോ ഐഡൻറ്റിഫിക്കേഷനോ ഉണ്ടായിരുന്നില്ല. യുദ്ധം ജയിച്ച പാണ്ഡവർക്കോ കൗരവർക്കോ തോറ്റുപോയ കൗരവർക്കോ യാദവർക്കോ ആർക്കും അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ലാഭം ഉണ്ടായില്ല. എല്ലാവരുടെയും കുലം മുടിയാണ് ചെയ്തത്. ഒന്നും നിലനിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നും നിലനിൽക്കില്ല, എല്ലാം നശിച്ചു പോകും. ഇന്ന് ഈ നിൽക്കുന്ന സിവിലൈസേഷൻ തന്നെ എൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ചേഞ്ച് എന്ന് പറയും. യുഗയുഗാന്തരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ശുദ്ധബോധമായി മാറിക്കഴിഞ്ഞാൽ ആ ബോധത്തിൽ നിലനിൽക്കുമ്പോൾ ഈ സംഭവിക്കുന്ന സിനിമ അല്ലെങ്കിൽ ഈ സംഭവിക്കുന്ന ഒരു കളിയിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
രമണ മഹർഷി ചെയ്ത പോലെ എന്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. രമണ മഹർഷിക്ക് രമണ മഹർഷിയുടേതായ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം അദ്ദേഹം ചെയ്തു. ശ്രീകൃഷ്ണൻ ജനിച്ച ശരീരത്തിലുള്ള കർമ്മഫലം അദ്ദേഹവും ചെയ്തു. ഇത് തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും ചെയ്യുന്നത്. ശുദ്ധബോധമായി മാറിയ മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാൻ ഇവിടെ മറ്റൊരു വ്യക്തിയില്ലെന്ന് അവർക്കറിയാം. അവരുടെ ഉള്ളിൽ ഒരു സെൽഫ് ഇമേജ് ഇല്ല. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവരുടെ ഉള്ളിലില്ല. അവർ പൂർണ്ണമായ ബോധമാണ്. അപ്പോൾ അവർക്കൊരു വിൽ എന്ന് പറയുന്നൊരു കാര്യമില്ല. അതൊരു ഇച്ഛ അവർക്കില്ല. അവർ ഇന്ന കാര്യം നടത്തണം, അതും ചെയ്യണം എന്ന് വിചാരിക്കാറേ ഇല്ല. സ്വാഭാവികമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരീരം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർ പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമേഷനിൽ പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്ക് പ്യുവർ അവയർനെസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഭംഗി ഉണ്ടാകുന്നത്. അതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണനും ചെയ്തത്. ഇതുപോലെ ചെയ്ത ഒരുപാട് മഹാത്മാക്കൾ അല്ലെങ്കിൽ മഹാവ്യക്തികൾ പുരാണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സത്യമായ ശ്രീരാമനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്ത രാവണൻ്റെ സൈന്യത്തിൽ പോലും മഹാജ്ഞാനികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ സൈന്യത്തിൽ യുദ്ധം ചെയ്യുന്നത് ശ്രീരാമനെതിരെയാണ്. അതുപോലെ തന്നെ സീതയെ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അവർ ജ്ഞാനത്തിൽ നിലനിന്നു. കാരണം എന്താണ്? അവരവരുടെ കർമ്മം മാത്രമാണ് ചെയ്തത്. ശ്രീരാമകൃഷ്ണ പരമഹംസനോ അല്ലെങ്കിൽ രമണ മഹർഷിയോ ഇനി അതും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലൊരാളോ ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മം അങ്ങനെ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. മറ്റൊരാൾ അത് അങ്ങനെ അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് അവരങ്ങനെ അല്ലാത്ത ആളാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ശുദ്ധമായ ബോധത്തിലെത്തിയ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവർ പലരും അവരുടെ കർമ്മം ചെയ്ത് അവരുടെ ജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണോ ചെയ്യേണ്ടത്, അവരുടെ ശരീരത്തിൻ്റെ പൂർവ്വവാസന അനുസരിച്ച് കടന്നു പോകേണ്ട സന്ദർഭം എന്താണോ ആ സന്ദർഭത്തിലൂടെ അവർ കടന്നു പോകും. അല്ലാതെ ഇവിടെ വേറെ വേറെ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാനോ അവർ ശ്രമിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം ഒന്നിനും എല്ലാ കാലത്തും നിലനിൽക്കാൻ സാധിക്കില്ല. ശുദ്ധമായ ബോധത്തിന് പ്യുവറായിട്ടുള്ള അവയർനെസ്സിനല്ലാതെ വേറെ ഒന്നിനും ഇവിടെ എല്ലാ കാലത്തും നിലനിൽക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു യാത്രയ്ക്ക് തന്നെ അർത്ഥമില്ലാതായി മാറും. എന്നാൽ പിന്നെ ദൈവങ്ങൾക്ക് തന്നെ ഇവിടെ പ്രസക്തി ഇല്ലാത്തൊരവസ്ഥ വരും. ഇവിടെ ഒന്നും നിലനിൽക്കില്ല. എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. യുഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണെന്ന് പറഞ്ഞത് കലിയുഗം അവസാനിച്ചാലല്ലേ പറ്റൂ. കാരണം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം ഉണ്ടല്ലോ, ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതിന് പുറത്ത് നിൽക്കുന്നവരാണ് ഈ ശുദ്ധബോധം നേടിയ മനുഷ്യരായിട്ട് പറയുന്നത്. അവർ ഈ കറങ്ങുന്ന ചക്രം നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനാൽ തന്നെ സൗഭാഗ്യങ്ങൾ നേടി സമ്പൽ സമൃദ്ധിയിലേക്ക് പോയ യാദവകുലം തമ്മിൽ തല്ലി മരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഈ നയതന്ത്രവും ഈ പറയുന്ന സോ കോൾഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒന്നും അവിടെ ഉപയോഗിക്കാൻ ശ്രീകൃഷ്ണൻ ശ്രമിച്ചില്ല. കാരണം കർമ്മം അത് കർമ്മഫലം എന്ന് തന്നെ പറയാം. കർമ്മഫലം അത് സംഭവിച്ചാലേ പറ്റൂ. അതിനെ തടയാൻ സാക്ഷാൽ ഭഗവാൻ പോലും തയ്യാറല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഭഗവാൻ എന്താണ് ഇവിടെ ഓൾറെഡി വിധിക്കപ്പെട്ടത്, പ്രീഡെസ്റ്റിൻഡ് ആയിട്ട് ഇവിടെ വന്ന കർമ്മം എന്താണോ അത് ചെയ്തു പോവുകയാണ് ചെയ്തത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരോടൊപ്പം നിന്നതുകൊണ്ടാണ് പാണ്ഡവരുടെ ഭാഗത്താണ് ശരിയെന്നും പാണ്ഡവർ ചെയ്തതാണ് ധർമ്മമെന്നും നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹാഭാരതം പൂർണ്ണമായി വായിച്ചിട്ടുള്ള പലർക്കും തോന്നും പാണ്ഡവരുടെ ഭാഗത്തും കുറച്ച് ന്യായമുണ്ട്, കൗരവരുടെ ഭാഗത്തും കുറച്ച് ന്യായമുണ്ട്. പാണ്ഡവരുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്, കൗരവരുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഈ യുദ്ധത്തിന് പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് സംഭവിക്കേണ്ടതായിരുന്നു. അതൊരു ഹാപ്പനിങ് ആയിരുന്നു. ശരിക്കും ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതൊരു ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇല്യൂഷൻ സംഭവിച്ചു പോട്ടെ, ഒരു സിനിമ പ്ലേ ചെയ്യുന്നത് പോലെ കണ്ടാൽ മതി. അതിൽ ഐഡൻറ്റിഫൈഡ് ആയിട്ടിരുന്ന് ആവശ്യമില്ലാതെ സ്പെക്കുലേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥ മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അൺഐഡൻറ്റിഫൈഡ് ആയിട്ട്, അതായത് കർത്തൃഭാവമില്ലാതെ ഡുവർഷിപ്പ് ഇല്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ മനസ്സത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഈ സംശയങ്ങളിലും ഈ ഓട്ടങ്ങളിലും ഈ സെൽഫായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടും മറ്റ് താല്പര്യങ്ങളും നിലനിൽക്കുന്നതിൽ മാത്രമാണ് മനസ്സിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ മനസ്സ് സ്വയം നിലനിൽക്കാൻ വേണ്ടി ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു അറിവുകാരൻ ശുദ്ധമായ ബോധത്തിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അയാൾ ചെയ്യുന്ന കർമ്മത്തിൽ യാതൊരു ഐഡൻറ്റിഫിക്കേഷനും ഇല്ലാതെ അയാൾ ആ കർമ്മം ചെയ്ത് ഇവിടെ ജീവിച്ച് മരിച്ചു പോകും. അയാളൊരു അറിവുകാരനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശുദ്ധമായ ബോധം നേടിയ വ്യക്തിയല്ല, അയാളൊരു പാപിയാണ്, അയാൾ ജ്ഞാനിയല്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ അത് സത്യമല്ല. ഈ സാക്ഷാൽ ഈ ഭഗവാൻ എന്ന് പറയുന്ന ശ്രീരാമൻ മാംസം കഴിച്ചതായിട്ട് പറയുന്നുണ്ട് രാമായണത്തിൽ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
അങ്ങനെ രാമായണത്തിൽ പറയുന്നുണ്ടെങ്കിൽ മാംസം കഴിച്ച് അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന ശ്രീരാമൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ശുദ്ധമായ ബോധം അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇല്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കടന്നു പോവേണ്ട കർമ്മങ്ങളിലൂടെ കടന്നു പോയാലേ പറ്റൂ. അതിൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് സാക്ഷാൽ ശ്രീരാമൻ്റെയും ജോലി. ഇത് തന്നെയാണ് ശ്രീകൃഷ്ണനും ചെയ്തത്. ഇവിടെ ലോകം മൊത്തം മാറ്റിമറിക്കുക എന്നുള്ള ചിന്തയൊന്നും ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ദ്വാപര യുഗത്തിൻ്റെ അവസാന നാളുകളിൽ ധർമ്മത്തിൻ്റെ അൺസ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ആ യുഗത്തിലെ ധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. ആ യുഗത്തിലെ ധർമ്മം ഈ യുഗത്തിൽ ധർമ്മം ആവണമെന്നില്ല. ആ ധർമ്മത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഭഗവാൻ അന്ന് അവതരിച്ച കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഭഗവാൻ കൃത്യമായി ചെയ്തു. ചെയ്ത് കഴിഞ്ഞ നിമിഷം ഇതെല്ലാം അവസാനിപ്പിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി. ഭഗവാൻ മരിച്ച നിമിഷത്തിൽ തന്നെ ആ ധർമ്മത്തിൻ്റെ സ്റ്റെബിലിറ്റി പൂർണ്ണമായും തകർന്ന് ഇൻസ്റ്റേബിൾ അവസ്ഥയിലേക്ക് പോയി കലിയുഗം ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും സ്ട്രാറ്റജിസ്റ്റും പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാം കീപ്പ് ചെയ്ത് എല്ലാത്തിനെയും നിയന്ത്രിച്ച് കൊണ്ടുപോകാനാണ് ഭഗവാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ ദ്വാപര യുഗം തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരുന്നേനെ. പക്ഷെ അത് ഭഗവാൻ ചെയ്തില്ല. കാരണം ഭഗവാൻ അറിയാം ഇവിടെ ഒന്നും നിലനിൽക്കില്ല, നിലനിൽക്കാൻ പാടില്ല. അതാണ് സത്യം. നിലനിൽക്കാൻ പാടില്ല ഒന്നും. എന്തെങ്കിലും ഒരു കാര്യം എല്ലാ കാലത്തേക്കും നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ബോധത്തെ തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ കയോസ് ഉണ്ടാവണം. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായാൽ മാത്രമേ ബോധം എന്നൊരു സംഭവത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ മനസ്സ് അതിലേക്ക് തിരിയുകയുമുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മനസ്സ് പുറത്തേക്ക് തന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മറക്കാതിരിക്കുക. എന്നോട് ഈ സംശയം ചോദിച്ച കാർത്തികേയൻ്റെ സംശയം മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു.